ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 5 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പൈക്കൺ പോലെയുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ബ്രാജിൻ. എന്നാൽ യഥാർത്ഥത്തിൽ ബ്രാജിൻ എന്ന കഥാപാത്രം സെലസ്റ്റിയൽ മേജ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലന്മാരില്ലേ, അവരുടെ കൂട്ടത്തിൽ നമ്മുടെ സുനോയെ കടത്തിക്കൊണ്ട് പോയ ഒരുത്തനില്ലേ, അവന്റെ പേരാണ് ശരിക്കും നമ്മുടെ ബ്രാജിൻ. ഞാനത് മാങ്ക വായിച്ച സമയത്ത് എനിക്ക് ചെറുതായി ഒന്ന് കൺഫ്യൂഷൻ ആയി പോയതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. ഇവിടെ ഫസ്റ്റ് തന്നെ ഫോർഗെറ്റിൻ ഡൈമെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മുൻപുള്ള പാർട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള സെലസ്റ്റിയൽ മേജസ് ഒക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു വില്ലന്മാരുടെ കൂട്ടത്തിലുണ്ടായ ഒരു പെണ്ണ് പറയും, ബ്രാജിൻ ഇവൻ എന്താണ് കണ്ണു പോലും തുറക്കാത്തത്? അപ്പോൾ ഇത് ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുനോയെ പറ്റിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ്, സുനോയെ ഇവർ തട്ടിക്കൊണ്ട് പോവുകയും കൂടാതെ സൂപ്പർ ഡ്രാഗൺ ബോൾ ഡിസ്ട്രോയ് ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ആ ഒരു ബ്രാജിൻ പറയും, എന്റെ പെറ്റ് കുറച്ച് സമയം അവന്റെ കൂടെ ഒന്ന് ഫൈറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് അവന്റെ ബോധം പോയിട്ടാണ് ഉള്ളത് എന്നും പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ക്യാരക്ടർ ഇവിടെ കടന്നു വരുന്നു. വന്നയുടൻ തന്നെ ഇവരോട് പറയും, സുനോ കണ്ണു തുറന്നു. അങ്ങനെ ഇത് കേട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു പെണ്ണ് സുനോയുടെ അടുത്ത് പോയി, എനിക്ക് എന്താണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, എന്നാൽ പിന്നെ നീ പറ എന്നും പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ സുനോ പറയും, നിങ്ങൾക്ക് ആ ഒരു ബീസ്റ്റിന്റെ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ അറിയേണ്ടത്? അപ്പോൾ തന്നെ അവൾ പറയും, അതെ അത് തന്നെയാണ് വേണ്ടത്, നീ വേഗം തന്നെ പറഞ്ഞു താ എന്ന് പറയുന്നു. നീ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കളയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുനോ ആ ഒരു പെണ്ണിനോട് പറയും, നിനക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ നീ എനിക്ക് ആദ്യം ഒരു കിസ് തരണം. അങ്ങനെ ഇത് കേട്ടയുടൻ തന്നെ ആ ഒരു പെണ്ണിന് ദേഷ്യം വന്ന് സുനോയെ കൊല്ലാൻ വേണ്ടി നോക്കും. അങ്ങനെ അവളെ തട്ടിമാറ്റിക്കൊണ്ട് ഇവിടെ ബ്രാജിൻ വരുന്നു. ബ്രാജിൻ വന്നയുടൻ തന്നെ അവൾക്ക് പകരം ഞാൻ നിനക്ക് കിസ് തരാമെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ സുനോ പറയുന്നത്, എനിക്ക് ആണുങ്ങളുടെ കിസ്സൊന്നും വേണ്ട. അങ്ങനെ ഇത് കേട്ട്, ഓ അപ്പോൾ ഇതാണല്ലേ കാര്യം, നിനക്ക് കിസ്സല്ലേ വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ സുനോയ്ക്ക് കിസ് കൊടുക്കുന്നു. കൊടുത്തയുടൻ തന്നെ അവൾ ചോദിക്കും, എന്റെ കിസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ സുനോ പറയുന്നത്, നിനക്ക് ഓൾറെഡി 2 കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, നീ ഓൾറെഡി ഇപ്പോൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ പെണ്ണ് പിന്നെയും ചോദിക്കും, ഇതും ഒരു ചോദ്യമാണോ? അങ്ങനെ രണ്ടാമത് നമ്മുടെ സുനോയോട് ഈ ഒരു കാര്യം ചോദിക്കുന്നതോട് കൂടി, എനിക്ക് ഓൾറെഡി തന്ന 2 അവസരവും നീ കളഞ്ഞു, ഇനി എനിക്ക് നിന്നോട് ഒന്നും തന്നെ പറയാനില്ല എന്ന് സുനോ പറയുന്നു. അങ്ങനെ ഇവരുടെ ടീമിലുള്ള നേരത്തെ പറഞ്ഞ ആ ഒരുത്തൻ ഇവിടെ വരുന്നു. ഇനി നമ്മളുടെ സ്റ്റൈലിൽ ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആ ഒരു ക്യാരക്ടർ ഒരു ടെക്നിക്ക് വെച്ച് സുനോയുടെ ഒരു ഇമാജിനേഷനിൽ ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ സുനോയെ കിസ് ചെയ്യുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഈ ഒരു സുനോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഏകദേശം നമ്മുടെ മാസ്റ്റർ റോഷിയുടെ പോലെയൊക്കെയാണ്. അങ്ങനെ സുനോയും ഈ ഒരു കാര്യത്തിൽ താൻ മയങ്ങി വീണ്, ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് നമ്മുടെ സുനോ പറയുന്നു. അങ്ങനെ ഇവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സുനോയോട് ചോദിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ബിയറസിനെയാണ് കാണിക്കുന്നത്. ബിയറസിനെ നോക്കിക്കഴിഞ്ഞാൽ താൻ തന്റെ യൂണിവേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബിയറസിനെ ഫോളോ ചെയ്ത് നമ്മുടെ പൈക്കണും അവന്റെ കൂടെ വരുന്നുണ്ടാകും. അങ്ങനെ ഇത് കണ്ട ബിയറസ് നമ്മുടെ പൈക്കണോട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? അങ്ങനെ പൈക്കൺ പറയും, ഈ ഒരു യൂണിവേഴ്സിലാണ് എനിമീസ് പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു യൂണിവേഴ്സിലാണ് സൂപ്പർ ഡ്രാഗൺ ബോൾ ഉള്ളത്. കൂടാതെ സുനോയും ഈ ഒരു യൂണിവേഴ്സിലായിരുന്നു. ഇതൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ ആ ഒരു സെലസ്റ്റിയൽ ബീസ്റ്റുകളിൽ 2 ബീസ്റ്റുകൾ ഈ ഒരു യൂണിവേഴ്സിലാണ് ഉള്ളത്. കൂടാതെ പൈക്കൺ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു യൂണിവേഴ്സിൽ ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല എന്നും പറയുന്നു. അതായത് ഈ ഒരു പൈക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ യൂണിവേഴ്സ് 7ന്റെ ആദ്യത്തെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ്. കൂടാതെ ഈ ഒരു യൂണിവേഴ്സിലുള്ള പല കാര്യങ്ങളും നീ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബിയറസിനോട് പൈക്കൺ പറയുന്നുണ്ട്. കൂടാതെ നീ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണെങ്കിലും ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു കോമൺ നോളജ് പോലും നിനക്കില്ല എന്നും പറയുന്നു. നമ്മുടെ ബിയറസിന് മുൻപുണ്ടായ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അവനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. അങ്ങനെ ഗോകു ഇവിടെ എത്തിയ ഉടൻ തന്നെ നമ്മുടെ പൈക്കൺ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ബീസ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ ഗോകു ആലോചിക്കുന്നു. എന്നാൽ ഇവിടെ ഗോകുവിന് ഈ ഒരു ബീസ്റ്റ് എവിടെയാണെന്ന് ഒരു ഐഡിയയും ഇല്ല. വാഡോസിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാഡോസ് ഇപ്പോൾ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ ആ ഒരു മീറ്റിംഗിന് പോയത് കൊണ്ട് തന്നെ വാഡോസും ഇവിടെ ഇല്ല. അപ്പോഴാണ് ഗോകു ചിന്തിക്കുന്നത്, തന്റെ അതേ പവേഴ്സ് ഉള്ള സുപ്രീം ഗായും ഇവിടെ ഇല്ലേ, ഇനി അവനോട് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് സുപ്രീം ഗായുടെ പ്ലാനറ്റ് എവിടെയാണെന്ന് ഗോകുവിന് അറിയില്ല. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ വാഡോസ് ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് നമ്മുടെ ഗോകുവിന് ഓർമ്മ വരുന്നു. അതായത് ഈ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ സുപ്രീം ഗായുടെ പ്ലാനറ്റ്, നമ്മുടെ ഗോകുവിന്റെ അതായത് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷന്റെ പ്ലാനറ്റ്, ഡീമൺ റലം തുടങ്ങിയ ഒരു മാപ്പ് തന്നെ വാഡോസ് നമ്മുടെ ഗോകുവിന് കാണിച്ചു വന്നിരുന്നു. അങ്ങനെ അത് ഏകദേശം മനസ്സിലാക്കി
മനസ്സിലാക്കി നമ്മുടെ സുപ്രീം കായിയുടെ പ്ലാനറ്റ് കണ്ടുപിടിച്ച് അവിടെ ടെലിപ്പോർട്ടായി ഗോകു അവിടെ എത്തുന്നു. അങ്ങനെ ഇവിടെ സുപ്രീം കായിയെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മറ്റൊരു ക്യാരക്ടറുമായി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ ഗോകു അവിടെ വന്നതുകൊണ്ട് തന്നെ വാൾ കൊണ്ട് ഗോകുവിന്റെ തലക്കിട്ടൊന്ന് കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു സുപ്രീം കായിയുടെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടുള്ള അവൻ നമ്മുടെ ഗോകുവിനോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അപ്പോഴാണ് നമ്മുടെ ഗോകു പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം, ഇത് അർജന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ ബിയറസിന്റെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വെജിറ്റയെ നോക്കിക്കഴിഞ്ഞാൽ ഹക്കായി ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണ്. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയില് മോറോ ആർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിയറസ് എങ്ങനെയാണ് ഈ ഒരു ഹക്കായി ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതുപോലെ തന്നെ വെജിറ്റ അൾട്രായിഗോ ഫോമിലൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആ ഒരു ടെക്നിക്കാണ് ഇവിടെ വെജിറ്റ ട്രെയിനിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വെജിറ്റ ട്രെയിനിങ് ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ ബിയറസും പൈക്കണും അവിടെ എത്തുന്നു. ബിയറസ് വെജിറ്റയെ കണ്ട ഉടൻ തന്നെ പറയാൻ തുടങ്ങും, നിന്നെ നേരത്തെ കണ്ട സമയത്ത് ചാകാനായ പോലെയാണല്ലോ ഉണ്ടായത്. അങ്ങനെ വെജിറ്റ പറയും, വിസ് എന്നെ നേരത്തെ ഹീല് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമയം ട്രെയിനിങ് എടുക്കാമെന്ന് വെച്ചാണ് ഇവിടേക്ക് വന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വെജിറ്റ ബിയറസിനോട് പറയുന്നു. അപ്പോഴാണ് വെജിറ്റ പൈക്കണ്ണെ സെൻസ് ചെയ്ത് ബിയറസിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആളാണല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെജിറ്റ നോട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പൈക്കൺ പറയാൻ തുടങ്ങും, ഞാൻ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് വന്നത്. കൂടാതെ ഇവിടെ വന്നാൽ നമ്മുടെ വിസിനെയും കാണാമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ ഇവിടെ ഇല്ലല്ലേ, എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ വെജിറ്റ ചോദിക്കും, വിസിനെയൊക്കെ അറിയാമോ? അപ്പോഴാണ് നമ്മുടെ പൈക്കൺ പറയുന്നത്, ഈ ഒരു യൂണിവേഴ്സിലെ ആദ്യത്തെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിസിനെ അറിയാതിരിക്കുമോ എന്ന് നമ്മുടെ വെജിറ്റയോട് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ബിയറസ് പറയും, നീ എന്തിനാണോ വന്നത് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ പൈക്കൺ പറയാൻ തുടങ്ങും, ഈ ഒരു ബീസ്റ്റുകളെ എടുത്തു നോക്കിയാൽ അതിലൊന്നാണ് നമ്മുടെ ജിനംബ. അവൻ ഇപ്പോൾ ഫ്രീസയുടെ കയ്യിലാണ് ഉള്ളത്. കൂടാതെ മാജിൻ ബൂവിന്റെ ഒരു പകുതിയും ഈ ഒരു യൂണിവേഴ്സിൽ തന്നെയാണ് ഉള്ളത്. അതായത് നമ്മുടെ മാജിൻ ബൂവിന്റെ റീഇൻകാർണേഷൻ ആയിട്ടുള്ള ഊബിനെയാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഇവിടെ നമ്മുടെ പൈക്കണും ബിയറസും തമ്മിൽ നല്ല രീതിയിൽ സംസാരിച്ചു പോവുകയാണ്. അതായത് നമ്മുടെ പൈക്കൺ പറയും, ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നീ അറിയണം, ഈ ഒരു കാര്യത്തിൽ തീരെ ഉത്തരവാദിത്തം ഇല്ല എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൈക്കൺ പറയുമ്പോൾ നമ്മുടെ ബിയറസ് ആണെങ്കിൽ വെജിറ്റയ്ക്ക് ആ ഒരു ഇയർ റിംഗ് കൊടുക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ നമ്മൾ ചെറുതായിട്ട് കണ്ടതാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ബിയറസ് പറയും, നമ്മളുടെ ഈ ഒരു മിഷനിൽ വെജിറ്റയും ഉണ്ടാകും. അപ്പോഴേക്കും ഇത് കേട്ട് നമ്മുടെ പൈക്കൺ പറയും, അവനൊരു മോർട്ടലാണ്, അവനെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൈക്കൺ പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ബിയറസ് പറയുന്നത്, ഞാനാണ് ഈ ഒരു യൂണിവേഴ്സിലെ ഇപ്പോഴത്തെ ഗോൾ, അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ മാത്രമേ ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുകയുള്ളൂ. അങ്ങനെ ഇവിടെ ആദ്യം തന്നെ വെജിറ്റ എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസയുടെ എനർജി സെൻസ് ചെയ്യാൻ വേണ്ടി നോക്കും. അതായത് നമ്മുടെ വെജിറ്റയ്ക്ക് ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇത് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ വെജിറ്റ ഈ ഒരു ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വെജിറ്റ നമ്മുടെ ഫ്രീസയുടെ എനർജി സെൻസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ പൈക്കൺ പറയും, ഫ്രീസ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവന്റെ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുന്നു. അങ്ങനെ അതിനുശേഷം പൈക്കൺ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ പവേഴ്സ് കുറച്ച് വെജിറ്റയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ പൈക്കന്റെ പവറും വെജിറ്റയുടെ ഈ ഒരു ടെക്നിക്കും മെർജ് ചെയ്ത് അവർ രണ്ടുപേരും ചേർന്ന് ഫ്രീസയുള്ള സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇവർ ഡയറക്റ്റ് സ്പേസ്ഷിപ്പിൽ ഇറങ്ങാതെ ഒരു പ്ലാനറ്റിലാണ് ചെന്ന് ഇറങ്ങിയത്. അതോടുകൂടി ഇന്നത്തെ പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടുമായി പിന്നെ വരാം.